സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വരും ദിവസങ്ങളിൽ രൂക്ഷമാകാൻ സാധ്യത. കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ KSEBിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ വർഷം കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം പതിവായിരിക്കും. വലിയ വില കൊടുത്താലും വൈദ്യുതി ലഭിക്കാത്തതിനാൽ തുടർച്ചയായ 4-ാം ദിവസവും സംസ്ഥാനത്ത് 5 മണിക്കൂർ നീണ്ട വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. മഴയില്ലാത്ത ദിവസങ്ങളിൽ 500 മുതൽ 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് ഇപ്പോൾ ദിവസേനയുണ്ട്. ഓണക്കാലം കൂടി കണക്കിലെടുത്ത് അടുത്ത മാസവും തുടർന്നുള്ള മാസങ്ങളിലും വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാനുള്ള കരാറുകൾക്കും KSEB ശ്രമം തുടരുകയാണ്. കൂടുതൽ വൈദ്യുതി വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേശീയ തലത്തിൽ ലഭ്യത തീരെ കുറവാണ്. വൈദ്യുതി നിയന്ത്രണത്തിൽ അല്പം അയവ് വരുത്താൻ 200 മെഗാവാട്ട് വാങ്ങാൻ KSEB ശ്രമം തുടങ്ങി. NTPC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണിത്. യൂണിറ്റിന് 5.69 രൂപ നിരക്കിലാണിത്. ഒന്നെങ്കിൽ മഴ പെയ്യണം, അല്ലെങ്കിൽ പവർ എക്സ്ചേഞ്ച് എന്ന തത്സമയ വിപണിയിൽ വൈദ്യുതി ലഭ്യമാകണം. പവർ എക്സ്ചേഞ്ചിൽ നിന്നും വാങ്ങുന്ന വൈദ്യുതിക്ക് വില കുതിച്ചുയരുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിലും ക്ഷാമം നേരിടുന്നതിനാൽ പരമാവധി വൈദ്യുതി വാങ്ങാനാണ് ശ്രമിക്കുന്നത്. അണക്കെട്ടുകളിലെ നീരൊഴുക്ക് കാര്യക്ഷമമായി കുറയുന്നതിനാൽ ഇപ്പോഴത്തെ നിരക്കിൽ പോലും വൈദ്യുതി ഉൽപ്പാദനം നടക്കില്ല. വ്യാപകമായി മഴ പെയ്യാത്ത ദിവസങ്ങളിലെല്ലാം നിയന്ത്രണം വേണ്ടിവരും. ഇത് ഡിസംബർ വരെയെങ്കിലും തുടരും. പല ദിവസങ്ങളിലും കൂടുതൽ സമയം വൈദ്യുതി മുടങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ പലതവണ ഏർപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. Do you know where India's best steel windows and doors factory is located? How many of you know that it is in Malappuram, the land of football? Vertec is the first company which introduced steel windows and doors as a brand in Kerala. Today, Vertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Vertec Industrial Park, India's best quality steel windows and doors.